ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്നത്തെ ന്യൂസ് പേപ്പർ അത്ര ദീർഘമായിട്ടുള്ള ആർട്ടിക്കിളുകളൊന്നും ഇല്ല. അത്ര പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും നമുക്ക് ഡിസ്കസ് ചെയ്തേണ്ട ഒരുപാട് ആർട്ടിക്കിൾ ഇൻഫോർമേഷൻസ് അടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പറുകളൊന്നും അല്ല. ഒരു നോർമൽ ന്യൂസ് പേപ്പർ ആയിട്ട് മാത്രമേ ഇന്നത്തെ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളുടെ ഒരു ഡിസ്കഷൻ ലിമിറ്റഡ് ആയിരിക്കും. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ്. എന്താണ്? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്ന് വേണം. അതായത് റെസൊല്യൂഷൻ ഓഫ് പാലസ്തീനിയൻ ക്വസ്റ്റ്യൻ നെസസറി ഫോർ IMEC, ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്റർ. ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്റർ നമ്മളുടെ നരേന്ദ്രമോദിയെ കാണുകയാണ്. ഏതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് നരേന്ദ്രമോദിയെ കാണുന്നത്? ഗസയില് ഷറം ഈ ഷെയ്ഖിൽ വെച്ചിട്ട് ഇവര് ഫ്രീ ഗസ പ്ലാൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസ സബ്മിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. മോദിജി പോയിട്ടുണ്ടായിരുന്നില്ല, നമ്മളുടെ ഫോറിൻ മിനിസ്റ്ററും പോയിട്ടുണ്ടായിരുന്നില്ല, സഹമന്ത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ആര് വിസിറ്റ് ചെയ്തു? ഇവിടെ നമ്മളുടെ ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ IMEC നടക്കണമെങ്കിൽ, നമ്മുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോർ നടക്കണമെങ്കിൽ ഗസയുടെ പ്ലാൻ അല്ലെങ്കിൽ പാലസ്തീനിയൻ ക്വസ്റ്റ്യൻ പൂർണ്ണമായി പരിഹരിക്കപ്പെടണമെന്നാണ് ആരുടെ നിലപാട്? ഈജിപ്തിന്റെ നിലപാട്. വിച്ച് മീൻസ് അത് നടക്കാൻ കുറച്ച് പാടായിരിക്കും എന്നാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോറിന്റെ ഈജിപ്തിന്റെ സ്റ്റാൻഡ്. അതായത് പാലസ്തീൻ ഫ്രീ ആകാണ്ട്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഏറ്റവും കേന്ദ്ര ഭാഗത്ത് ഒരു സമാധാനം കാക്ഷിക്കാണ്ട് നമുക്ക് ഒരിക്കലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈജിപ്തിന്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു? UAE ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോറിന്റെ പാർട്ട് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണ്. എന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. UAE എന്തിന്റെ പാർട്ടാണ്? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോറിന്റെ പാർട്ടാണ്. ഒമാനാണ് ഇതിന്റെ പാർട്ട് അല്ലാത്തത്. ഓക്കെ, ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ. ഇന്ത്യയിൽ നിന്ന് മുദ്ര പോർട്ടിൽ നിന്ന് എവിടേക്കാണ് പോകുന്നത്? UAE പോകുന്നത്. ദെൻ സൗദി അറേബ്യയിലേക്ക് കയറി ജോർദാൻ ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല. ജോർദാനിൽ കൂടി ഇസ്രായേലിലേക്ക് പോകുന്നു, ദെൻ ഗ്രീസിലേക്ക് പോകുന്നു. ഓക്കെ, ടർക്കി പാർട്ടല്ല. ടർക്കിയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എങ്ങനെ? മുസ്ലിം രാഷ്ട്രം പാകിസ്ഥാനുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ടർക്കിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോ അതില് UAE പാർട്ടല്ല എന്നായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷെ അത് തെറ്റാണ്. തെറ്റ് പഠിച്ചു വെക്കരുത്. UAE അതിന്റെ പാർട്ടാണ്. എന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണ്. ഒമാനാണ് ഇതിന്റെ പാർട്ട് അല്ലാത്തത്. ഓക്കെ, സോ ഒമാൻ പാർട്ടല്ല, UAE ഇതിന്റെ പാർട്ടാണ്. ഓക്കെ, സോ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കൂടിയാണല്ലോ ഇത് കടന്നു പോകുന്നത്. UAEയുടെ മുകളിൽ ഒമാന് ചെറിയൊരു പാർട്ടുണ്ട്, ചെറിയൊരു ഭാഗമുണ്ട്. അവിടെ എന്താണുള്ളത്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇറാനും ഒമാനും കണക്ട് ചെയ്യുന്ന ആ കടലിടുക്കിനെയാണ് നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. അതിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും, എന്ത്? നമ്മളുടെ ഒമാൻ അതിന്റെ പാർട്ട് ആയിരിക്കും എന്ന് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട. ഒമാൻ അതിന്റെ പാർട്ടല്ല, UAE ആണ് അതിന്റെ പാർട്ട്. ഓക്കെ, സോ UAE, സൗദി അറേബ്യ, ദെൻ ജോർദാൻ, ദെൻ ഇസ്രായേലിൽ നേരെ ടർക്കിയിലേക്ക് കയറുമോ? ഇല്ല, ടർക്കിയിലേക്ക് കയറാണ്ട് നേരെ ഗ്രീസിലേക്ക് പോകും. സോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റൻ ആയിരുന്നു. ഈ കൺട്രീസിനെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടർക്കിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ദെൻ ഇറാനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോറിന്റെ പാർട്ട് അല്ലാത്തത് എന്നായിരുന്നു പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഈജിപ്തിന്റെ നിലപാട് എന്താണ്? ഈജിപ്തിന് ഒരു പെർട്ടിക്കുലർ നിലപാടുണ്ട്. കാരണം എന്താണ്? അവരുടെ എക്കോണമിക് ട്രേഡ് കുറയും. അതാണ് അവരുടെ മേജർ ഇമ്പോർട്ടന്റ് കൺസേൺ. പക്ഷേ അത് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇന്ത്യയും ഈജിപ്തുമായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത്. സോ അവർ പറയുന്ന ഒരു കാര്യം, പാലസ്തീനിയൻ പ്രശ്നങ്ങൾ ഒന്ന് അടങ്ങട്ടെ, പാലസ്തീനിയനിൽ ഒരു എന്ത് വരട്ടെ, സമാധാനം കാക്ഷിക്കട്ടെ, എന്നാൽ മാത്രമേ ഇതിലൂടെ കൃത്യമായിട്ട് ട്രേഡ് നടക്കുകയുള്ളൂ. അത് തന്നെയായിരുന്നു ഇന്നലെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം അതായിരുന്നു, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഓർ ഇൻ ദ ഇസ്രായേൽ പാലസ്തീൻ റീജിയൻ. ഓക്കെ, സോ അതാണ് ഒരു മേജർ കൺസേൺ ആയിട്ട് വരുന്നത്. സോ ഇന്നലത്തെ ഡിസ്കഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ദെൻ ഒരു റോങ് റെക്ടിഫൈ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ആയിരുന്നു ഫസ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ബെറ്റർ ഗ്ലോബൽ ഗവർണൻസ് ലെഡ് ബൈ ചൈന ആൻഡ് ഇന്ത്യ. ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ ആണ് ഞാൻ ഇതിന് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് പെർട്ടിക്കുലർലി അത്ര കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഒന്നും അല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോവുകയാണ്.
1950 മുതലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻസ് ആരംഭിക്കുന്നത്. ഓക്കെ, ദെൻ അതിന്റെ ഒരു ഹിസ്റ്ററി, ഫസ്റ്റ് വാറിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 62 വാർ നടക്കുന്നുണ്ട്. ദെൻ അങ്ങനെയുള്ള ഹിസ്റ്ററിക്ക് ശേഷം ഇന്ത്യയും ചൈനയും എന്താകുന്നു? സുഹൃത്തുക്കളാകുന്നു. 1975 കൂടിയിട്ട് നമ്മൾ വീണ്ടും ഡിപ്ലോമാറ്റിക് ടൈസ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ദെൻ രണ്ട് മേജർ എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെമോക്രാറ്റിക് ഡെവലപ്പിംഗ് കൺട്രീസ് രണ്ടുപേരും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിരിക്കുന്ന രണ്ട് കൺട്രീസ് ആയിട്ട് മാറുകയാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇതിന്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്ത്യ ചൈന റിലേഷനിൽ 5 ഹെഡ്സിലായിട്ട് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഇവിടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ എന്തായിരുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ 10 മെമ്പർ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചൈനയിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ മോദിജിയും സി ജി പിങ്ങും നമ്മളുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിയിട്ട് ഒരുമിച്ച് കൈകോർത്തു പിടിച്ച് സംസാരിക്കുന്ന ഒരു പിക്ചറൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ സമ്മേളനത്തിന് ഗ്ലോബൽ ഗവേണൻസ് ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലോബൽ ഗവേണൻസ് ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ട് ഷീ ജിൻപിങ് 1-2 പ്രിൻസിപ്പിളുകൾ മുന്നോട്ട് വെച്ചു. 5 പ്രിൻസിപ്പിളുകളാണ് പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സോ അതെന്താണ് എന്ന് നമുക്ക് നോക്കിപ്പോകാം. ദ ഫസ്റ്റ് വൺ ഈസ് സോവറിൻ ഈക്വാലിറ്റി. എല്ലാ രാജ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷനും ഈക്വൽ റൈറ്റുകളും ഡിസിഷൻ മേക്കിങ്ങിനും അവരുടെ ശബ്ദങ്ങൾ കൃത്യമായിട്ട് റെസ്പെക്റ്റോട് കൂടിയിട്ട് എല്ലായിടത്തും പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഒരു സോവറിനിറ്റി, എല്ലാ രാജ്യങ്ങൾക്കുള്ള പരമാധികാരം സംരക്ഷിക്കപ്പെടാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം വേണം എന്ന് ആര് പറഞ്ഞു? സി ജിൻപിങ് പറഞ്ഞു. ദെൻ ഇന്റർനാഷണൽ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഉണ്ടായിരിക്കണം. ആരാണ് പറയുന്നത് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. ദെൻ മൾട്ടി ലാറ്ററലിസം, ഇൻക്ലൂസീവ് പാർട്ട്ണർഷിപ്പ്, അതായത് 2 പോളാർ വേൾഡുകളിലേക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ ബൈപോളാർ വേൾഡിലേക്ക് പോകുന്നതിന് പകരം എന്താണ് മൾട്ടി ലാറ്ററലിസം, ഒരു മൾട്ടി അലൈൻമെന്റ് ഒക്കെ എന്തിനു വേണ്ടിയിട്ട് വേണം? എന്താണ് ഗ്ലോബൽ ഗവേണൻസിന് വേണ്ടിയിട്ട് വേണമെന്ന് അദ്ദേഹം പറയുകയാണ്. ദെൻ പീപ്പിൾ സെന്റേർഡ് ഡെവലപ്മെന്റ്, നമ്മൾ എന്ത് ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴും എന്തായിരിക്കണം? പീപ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കണം വേണ്ടത്. ദെൻ റിസൾട്ട് ഓറിയന്റഡ് കോപ്പറേഷൻ, നമ്മൾ വെറുതെ കോപ്പറേഷൻസ് കൂടിയാൽ പോലെ, ഇപ്പൊ സാർക്ക് ഉച്ചകോടി നടക്കുന്നുണ്ട്, ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നുണ്ട്, ഇതൊന്നും വെറുതെ കൂടിയാൽ മാത്രം പോരാ. പക്ഷെ എന്താണ്? റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കോപ്പറേഷൻസ് ആണ് ഇനി വേണ്ടത്. അത് എക്കോണമിക്കൽ ആയിരിക്കാം, ഡിഫൻസ് ആയിരിക്കാം, സ്ട്രാറ്റജിക് ആയിരിക്കാം, അങ്ങനെ എല്ലാ മേഖലയിലും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത്. അങ്ങനെ ഈ 5 പ്രിൻസിപ്പിളിലാണ് ന്യൂ ഗ്ലോബൽ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് വേണ്ടത് എന്ന് ആര് പറഞ്ഞു? നമ്മളുടെ ഷീ ജിൻപിങ് പറഞ്ഞു. സോ നമ്മളുടെ എന്താണ് GS2 ആൻസർ ഒക്കെ റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ചൈനയിൽ നടന്ന സബ്മിറ്റും ഗ്ലോബൽ ഗവേണൻസ് ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ 5 പ്രിൻസിപ്പിൾസ് ഒക്കെ കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ ഈ 5 കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് നിങ്ങളൊന്ന് ചൂസ് ചെയ്യുക. വേറെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. കാരണം എന്താണ്? ഫാക്റ്റുകൾ കുറവാണ്. ദെൻ അത് മാത്രമല്ല, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, ദെൻ മോദിജിയും നമ്മളുടെ ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു അഫ്ഗാനിസ്ഥാൻ വിസിറ്റ്. അതായത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് താലിബാൻ ആണെന്ന് നമുക്കറിയാം. താലിബാൻ മുന്നേ ഒരു ഭീകര സംഘടനയായിരുന്നു. എന്നാൽ താലിബാൻ ഇപ്പോൾ കറന്റ് അധികാരത്തിൽ വരികയും ആ അധികാരത്തിൽ വരുന്ന ആളുകൾ, അതായത് പണ്ട് തീവ്ര സംഘടനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന തീവ്രവാദികളായിട്ട് ലോകം മുദ്ര കുത്തിക്കൊണ്ടിരുന്ന ആളുകൾ പല ലോക നേതാക്കളുമായിട്ട് കാണുകയാണ്. സോ ഇതാണ് ഡിപ്ലോമസിയുടെ അല്ലെങ്കിൽ ബൈലാറ്ററൽ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. സോ പണ്ട് നമ്മൾ താലിബാനെ എന്തായിട്ട് കണക്കാക്കിയിരുന്നു? തീവ്രവാദ സംഘടനയായിട്ട് കണക്കാക്കിയിരുന്നു. എന്നാൽ ഇന്ന് അതേ താലിബാന്റെ മെമ്പേഴ്സിനെ നമ്മൾ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ ഫോറിൻ മിനിസ്റ്ററെയും ബാക്കിയുള്ളവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് നമ്മളുടെ ഉന്നതതല യോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സോ നമ്മൾ അത് ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ആഫ്റ്റർ ന്യൂ ഡൽഹി വിസിറ്റ്? അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ റിലേഷൻഷിപ്പ് ഇനി എങ്ങനെയായിരിക്കും മോൾഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അഫ്ഗാനിസ്ഥാന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. എന്താണ്? അഫ്ഗാനിസ്ഥാൻ ഈ പാകിസ്ഥാന്റെ ചില റീജിയനുകളിൽ ടെററിസം മോൾഡ് ചെയ്യുന്നത് പോലെ പണ്ട് അഫ്ഗാനിസ്ഥാനിലും ഈ ടെററിസം മോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടെററിസ്റ്റ് ഫണ്ടിങ്ങുകൾ ഉണ്ടായിരുന്നു.
ദെൻ അഫ്ഗാനിസ്ഥാനിന് മേജർലി ഒരു ഡ്രഗ് ക്രൈസിസ് ഉണ്ട്. ദ ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ റീജിയനുകളിലെ ഒപ്പിയം കൾട്ടിവേറ്റിംഗ് ഏരിയയെ കോമൺലി വിളിക്കുന്ന പേരാണ് ദ ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒപ്പിയം ട്രേഡിങ്ങും ഈ ഡ്രഗ് മാഫിയകളും ഒരുപാടുള്ള സ്ഥലമാണ് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ദെൻ അവർക്ക് എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, എക്കോണമിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസിനെ എല്ലാം നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രസ് ഇന്ത്യ റിലേഷനിലൂടെ വരും എന്നാണ് ഈ ഒരു ഡിസ്കഷനിൽ ഇവിടെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കി പോകാം. സോ ദ ഫസ്റ്റ് സെക്ടർ ഈസ് ടെററിസം ആൻഡ് സെക്യൂരിറ്റി ഡൈനാമിക്സ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടെററിസം, സെക്യൂരിറ്റി ഡൈനാമിക്സ്. അതായത് പണ്ട് ലോക തീവ്രവാദികളായിരുന്ന ആളുകളാണ് മക്കളെ ഇനി നിങ്ങൾ ടെററിസത്തിലേക്കൊന്നും പോകരുതേ, ശാന്തിയിലേക്ക് വരണേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അതിലൊരു വൈരുദ്ധ്യം ഉണ്ടെങ്കിലും അവര് എന്ത് ചെയ്തു? പെഹൽഗാം അറ്റാക്കിനെ, പാകിസ്ഥാന്റെ പെഹൽഗാം അറ്റാക്കിനെ എന്ത് ചെയ്തു? അവര് അപലപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ഫേസ് ബൈ ഫേസ് ആയിട്ട് ടെററിസത്തെ എന്ത് ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. ടെററിസത്തിന്റെ കേസിലായി കഴിഞ്ഞു കഴിഞ്ഞാലും നാർക്കോട്ടിക്സിന്റെ കേസിലായി കഴിഞ്ഞാലും എന്താ ചെയ്യുന്നത്? ടെററിസത്തിന്റെ കേസിലും നാർക്കോട്ടിക്സിന്റെ കേസിലും ടെററിസത്തെ ഫേസ് ബൈ ഫേസ് ഔട്ട് ചെയ്യുക, നാർക്കോട്ടിക്സിനെയും ഫേസ് ബൈ ഫേസ് ഔട്ട് ചെയ്യുക. ഇപ്പൊ നാർക്കോട്ടിക്സ് ചെയ്യുമ്പോൾ എന്താണ്? നാർക്കോട്ടിക്സിന് പകരം അഗ്രികൾച്ചറുകൾ പ്രൊമോട്ട് ചെയ്യുക. അതെങ്ങനെയാണ്? ബെറ്റർ ക്രോപ്സുകൾ അവർക്ക് നൽകുക, ബെറ്റർ പ്രൊഡക്ഷൻ നൽകുക, അതുവഴി ബെറ്റർ വരുമാനം കൊടുക്കുക. ഈ നമ്മളുടെ ഈ കർഷകർക്ക് കഞ്ചാവ് കൃഷി ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒപ്പിയം കൃഷി ചെയ്ത് കഴിഞ്ഞാലും അരി കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ലാഭം ഏതാണോ അതായിരിക്കും അവർ കൃഷി ചെയ്യുക. അഫ്ഗാനിസ്ഥാനിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ ക്രസന്റ് റീജിയനിലുള്ളവർ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട്, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട്, കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് കൾട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് ലാഭം ഉത്പാദിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇവിടെ നിങ്ങൾ എന്ത് മറന്നു കഴിഞ്ഞാലും ഒരൊറ്റ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ഏതാണ്? ഷഹദൂദ് ഡാം പ്രപ്പോസൽ. സോ ഷഹദൂദ് ഡാം എന്ന് പറയുന്നത് കാബൂൾ റീജിയനിൽ, അതായത് നമ്മളുടെ അഫ്ഗാനിസ്ഥാന് പെർട്ടിക്കുലർലി ഒരു വാട്ടർ ക്രൈസിസ് ഉണ്ട്. 2030 കൂടിയിട്ട് ഒരു ഡ്രൈ ലാൻഡ് ആയിട്ട് അഫ്ഗാനിസ്ഥാൻ മാറും എന്നൊരു വാർത്തയും വർത്തമാനങ്ങളൊക്കെ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ പെർട്ടിക്കുലർലി ഒരുപാട് നദികളൊന്നും ഒഴുകാത്ത ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ് എന്ത് നമ്മളുടെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. സോ അഫ്ഗാനിസ്ഥാന് ഏറ്റവും ആവശ്യങ്ങൾ വലിയ വലിയ ഡാമുകളാണ്, അല്ലെങ്കിൽ വാട്ടർ റിസർവോയറുകളാണ്. സോ അതിനു വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻ കാബൂളിൽ പ്രപ്പോസ് ചെയ്തൊരു പ്രൊജക്ട് ആണ് ഷഹദൂദ് ഡാം പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യ മേജർലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ്. ഇന്ത്യയിൽ നിന്ന് ഡയറക്ട്ലി ഫണ്ടുകൾ ഒഴുകാനായിട്ട് ആഗ്രഹമുള്ള ഒരു പ്രൊജക്ട് ആണ് ഈ ഷഹദൂദ് ഡാം പ്രൊജക്ട്. പക്ഷേ പാകിസ്ഥാൻ ഈ ഒരു പ്രൊജക്ടിനെ എതിർത്തിരിക്കുകയാണ്. കാരണം എന്താണ്? പാകിസ്ഥാനിലേക്കുള്ള വരുന്ന വെള്ളത്തിന്റെ അളവ് കുറയും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാൻ വാട്ടർ ക്രൈസിസിലാകും എന്നൊരു തോന്നല് അവർക്ക് ഉണ്ടാവുകയും അതുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിനെ അവര് ഏകകണ്ഠേന എതിർത്തിരിക്കുകയാണ്. ആരാണ് ഏകകണ്ഠേന എതിർത്തിരിക്കുന്നത്? പാകിസ്ഥാൻ എതിർത്തിരിക്കുകയാണ്. സോ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ഈ ഷഹദൂദ് ഡാം പ്രൊജക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാം പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മള് ടെററിസം പറഞ്ഞു, ദെൻ എന്ത് പറഞ്ഞു? നമ്മള് നർക്കോട്ടിക്സിനെ കുറിച്ച് പറഞ്ഞു, അഗ്രികൾച്ചർ പറഞ്ഞു, അഗ്രികൾച്ചർ നർക്കോട്ടിക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ദെൻ വാട്ടർ ആൻഡ് ഇറിഗേഷൻസ് പറഞ്ഞു. നമുക്ക് ഇടപെടാൻ കഴിയാത്ത മറ്റൊരു കാര്യമാണ് എന്താണ്? വുമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓക്കെ, സോ വുമൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മളുടെ പ്രസ് മീറ്റിൽ പോലും വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയിരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. സോ അത് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം എടുത്തിട്ട് അലക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ ഒരു ഡിസ്കഷനിലേക്ക് പിന്നെ പോകാം. നമ്മളുടെ ഒരു UPSC പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വുമൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ പറ്റും. സോ ഇന്ത്യയുടെ റിസോഴ്സസുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ശരിക്കും അഫ്ഗാനിസ്ഥാൻ പാർലമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആരാണ്? ഇന്ത്യയാണ്. സോ ഇന്ത്യയുമായിട്ട് അത്രയും അടുത്ത ബന്ധമുള്ള ഒരു കൺട്രി ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. സോ ആ ബന്ധം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിക്കണം.
സാധിച്ചില്ലെങ്കിൽ അവിടെ ആരിടപെടും? ചൈന അവിടെ ഇടപെടും. സോ ഇന്ത്യയുടെ നൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ടത് അല്ലെങ്കിൽ നൈബേഴ്സിനെ ഒപ്പം നിർത്തേണ്ടത് ആരുടെ കർത്തവ്യമാണ്? ഇന്ത്യയുടെ കർത്തവ്യമാണ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ സെക്കൻഡ് ഡിസ്കഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഡിസ്കഷൻ എന്താണ്? നെക്സ്റ്റ് ഡിസ്കഷൻ ട്രംപ് വെനിൻസുലയിലേക്ക് അഗ്രഷൻ നടത്താൻ പോവുകയാണ് എന്നൊരു ധ്വനി കേൾക്കുന്നുണ്ട്. സോ നിക്കോളാസ് മഡൂറോയുടെ ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ CIA നേതൃത്വത്തിലുള്ള പല ഓപ്പറേഷനുകളും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഒരു ആന്റി ഗവൺമെന്റ് മൂവ് വെനിൻസുലയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരു ബെറ്റർ എക്സാമ്പിൾ കൂടിയുണ്ട്. എന്താണ്? ഈ വർഷത്തെ നൊബേൽ പ്രൈസ് വെനിൻസുലയുടെ ഒപ്പോസിഷൻ മിനിസ്റ്ററിനാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നോർവേജിയൻ കൗൺസിലേറ്റ് അല്ലെങ്കിൽ നോർവേജിയൻ എംബസി അവിടെ പൂട്ടിച്ചു, പ്രതിഷേധം കാരണം. ഇവിടെ ഇങ്ങേർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വെനിൻസുല ഒപ്പോസിഷൻ മിനിസ്റ്ററിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നോർവേജിയൻ അസംബ്ലി അവിടെ അടച്ചു പൂട്ടുകയുണ്ടായി. സോ നിക്കോളാസ് മഡൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അല്ലെങ്കിൽ US പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഈ വെനിൻസുല തങ്ങളുടെ അധികാര പരിധിയിലാകണമെന്നുള്ളത്. എന്തുകൊണ്ടാണ്? വൈ വെനിൻസുല ഈസ് ഇമ്പോർട്ടന്റ് ഫോർ USA? പണ്ട് നമ്മളുടെ ക്യൂബയെ അധിനിവേശം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഒരു അധിനിവേശ പ്രക്രിയ ഇവിടെയും ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറിയില്ല എന്താണ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. സോ വൈ ദീസ് വെനിൻസുല ഈസ് ഇമ്പോർട്ടന്റ്? ഒന്ന്, അമേരിക്കയുമായിട്ട് അടുത്ത് കിടക്കുന്നത്. എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ് വെനിൻസുല എന്ന് പറയുന്ന കൺട്രി ഉള്ളത്. ഇതേ നോക്കി, ഈ ഒരു ചെറിയ മാപ്പിലേക്ക് നോക്കി, ഒരു പ്രൊജക്ഷനിലേക്ക് നോക്കി, താഴെയുള്ള പ്രൊജക്ഷൻ. ഇതില് സൗത്ത് അമേരിക്കയിലാണ് വെനിൻസുല എന്ന് പറയുന്ന കൺട്രി ഉള്ളത്. അതായത് അമേരിക്കയുടെ നേരെ മൂക്കിന് താഴെ, മെക്സിക്കോയ്ക്ക് ശേഷം താഴെയുള്ള ആ സ്ട്രിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ മേജർലി വരുന്ന ഒരു കൺട്രിയാണ് എന്ത്? വെനിൻസുല. വെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷനുകൾ നടക്കുന്ന, ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ് ഈ വെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒപ്പക് നേഷനിലൊക്കെ പെടുന്ന ഒരു രാജ്യമൊക്കെ ആയിരുന്നു പണ്ട്. ഓക്കെ, സോ വെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ റിസർവുകൾ ഏറ്റവും കൂടുതലുള്ള കൺട്രിയാണ്. എന്നാൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ഈ വെനിൻസുല. സോ ഇവിടെ അമേരിക്ക പണ്ട് മുതലേ ഒരുപാട് സാങ്ഷനുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള രണ്ടാളുകളാണ്, ഒന്ന് റഷ്യയും രണ്ട് ചൈനയും. ഓക്കെ, ദെൻ ഇവര് ഈ സാങ്ഷനുകൾ ഉള്ളത് കാരണം ഇവർക്ക് പെർട്ടിക്കുലർലി എന്ത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല? നമ്മളുടെ ക്രൂഡ് ഓയിൽ പെർട്ടിക്കുലർലി ഓപ്പൺ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇവരെ ട്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇറാനാണ്. സോ ഇറാന് പെർട്ടിക്കുലർലി ക്രൂഡ് ഓയിൽ റിസർവ് ഉണ്ട്, എന്നാൽ വെനിൻസുലയെ ട്രേഡ് ചെയ്യാനാണ്, ബ്ലാക്ക് മാർക്കറ്റിലാണ് ഇതിന്റെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. ഓക്കെ, സോ അമേരിക്കയുടെ മൂക്കിന് താഴെ വെനിൻസുല എന്ന് പറയുന്ന രാജ്യത്ത് ചൈനയും റഷ്യയും സപ്പോർട്ട് ചെയ്യുന്ന, ഇറാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേജർ ഗവൺമെന്റ് അല്ലെങ്കിൽ മേജർ സ്റ്റേറ്റ് വരുന്നത് അമേരിക്കയ്ക്ക് ചെറിയ ത്രെട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ട് മുതലേ വെനിൻസുലയെ ഒന്ന് വരുതിയിൽ നിർത്തണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു ഫുൾ അഗ്രഷനിലേക്കൊന്നും അമേരിക്ക ഇതുവരെ പോയിട്ടില്ല. ഇനി പോകുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ്. ചിലപ്പോൾ പോവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ സഹായത്തോട് കൂടിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമേരിക്ക, ഇസ്രായേലിന്റെയും CIA സഹായത്തോട് കൂടിയിട്ട് അമേരിക്ക അവിടെ ആന്റി ഗവൺമെന്റ് ആക്ഷനുകൾ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ട്. സോ അതിനെതിരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് ഇന്നത്തെ ഡിസ്കഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതിനൊരു അഗ്രഷൻ ആയിട്ട് തന്നെയാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പോളിസി കണ്ടിരിക്കുന്നത്. സോ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ബേ ഓഫ് പിഗ്സ് ഡിസാസ്റ്റർ ഇൻ ക്യൂബ. എന്താ ഈ ബേ ഓഫ് പിഗ്സ് ഡിസാസ്റ്റർ? അതായത് ബേ ഓഫ് പിഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ക്യൂബൻ ഇൻവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ആണ് ഈ ബേ ഓഫ് പിഗ്സ് ഇൻസിഡന്റ് അല്ലെങ്കിൽ ബേ ഓഫ് പിഗ്സ് ഇൻവേഷൻ എന്ന് പറയുന്നത്. 1961 അമേരിക്ക ഫണ്ട് ചെയ്യുന്ന സ്വതന്ത്രമായിട്ടുള്ള മിലിറ്റന്റ് ക്യൂബൻസ് ഈ ബേ ഓഫ് പിഗ്സിലേക്ക് ആക്രമിക്കുകയാണ്.
ഫിഡൽ കാസ്ട്രോയെയും മറ്റുള്ളവരെയും. സോ ആ ഒരു ക്യൂബൻ ഹിസ്റ്ററിയിൽ അമേരിക്കൻ നടത്തിയ ഒരു ഇൻവേഷൻ, അതിന് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മളുടെ എവിടെയും ഇൻവേഷൻ നടക്കുന്നത്. നമ്മളുടെ വെനിൻസുലയിലും ഇൻവേഷൻ നടക്കാൻ പോകുന്നതെന്നാണ് ഇന്ന് ഇവിടെ പറയുന്നത്. സോ ഒരു സോവറൻ ഗവൺമെന്റിന്റെ മേലെ മറ്റൊരു സോവറൻ ഗവൺമെന്റ് കടന്നു കയറുന്നത് നമ്മളുടെ വേൾഡ് ഡെമോക്രസിക്ക്, നമ്മളുടെ ഗ്ലോബൽ ഗുഡ് ഗവർണൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് സോവറിൻ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ദെൻ ഇന്റർനാഷണൽ റൂൾ ഓഫ് ലോ. സോ ഈ സോവറിൻ ഇക്വാലിറ്റിയെ നമ്മൾ ഗ്ലോബൽ ഗുഡ് ഗവർണൻസിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഗ്ലോബൽ ഗവർണൻസ് ഇനീഷ്യേറ്റീവിൽ പറഞ്ഞ ഷീ ജിൻപിങ്ങിന്റെ ആദ്യത്തെ പോയിന്റ് തന്നെ ഇവിടെ തട്ടിമറിച്ചിരിക്കുകയാണ്. ഷീ ജിൻപിങ്ങിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സോവറിൻ ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മളുടെ വെനിൻസുലയുടെ കേസിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. സോ അത് US സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ഇതാണ് കറന്റ് വെനിൻസുലയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോബ്ലം. സോ ഒരു അഗ്രഷനിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് ഞാൻ എന്ത് ലിമിറ്റ് ചെയ്യുകയാണ്, നമ്മളുടെ ഇന്നത്തെ കറന്റ് അഫയേഴ്സിന്റെ ഡിസ്കഷൻ ലിമിറ്റ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യനുകളായിട്ട് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. നമ്മളുടെ ജൂൺ കറന്റ് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യനുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഇനി വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ദിവസത്തെ കറന്റ് അഫയേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം.